സം സെൻറ്റൻസസ് നോ നീഡ് ഏജൻസ് ഇൻ പാസീവ് ഫോം. ചില സെൻറ്റൻസുകൾ നമുക്ക് പാസീവ് ഫോമിൽ അതിൽ ചെയ്തിരിക്കുന്ന ആരാണ് അല്ലെങ്കിൽ ഏജൻറ്റിന് ആവശ്യമുണ്ടാവില്ല. ഏജൻറ്റ് ഇല്ലാതെ തന്നെ ആ സെൻറ്റൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവും. നോക്കാം നമുക്ക് അത്തരം സെൻറ്റൻസുകൾ. ഒന്നാമത്തെ ചോദ്യം, ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ. നോക്കാം ഇവിടെ ചോദ്യം ഇതാണ്, ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ. ചില എക്സാമിൻ്റെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കാണാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആ സെൻറ്റൻസിൽ സൂചിപ്പിച്ചത് ചെയ്യുന്ന വ്യക്തി എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തികൾ എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. നമുക്ക് ആ സെൻറ്റൻസ് കണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ. ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഏതാണ്, ദ ക്രിമിനൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ദ ക്രിമിനലിനെ ഇങ്ങോട്ട് എടുത്ത് ചെയ്താം. നെക്സ്റ്റ് നോക്കൂ, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെർബ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഹെൽപ്പിംഗ് വെർബിനെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ, ഹെൽപ്പിംഗ് വെർബ് ഇല്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബി ഫോം ആണ്. ബി ഫോം നമ്മൾ എങ്ങനെ ചെയ്തും, വെർബ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാം, ബി ഫോമിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അറസ്റ്റഡ് എന്ന് പറയുന്ന വെർബാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതേതാണ് വെർബിൻ്റെ V2 ഫോമാണ് അല്ലേ. സോ അതിൻ്റെ V1 ഏതാണ്, അറസ്റ്റ് ആണ് അല്ലേ. V1 ഏതാണ്, അറസ്റ്റ് ആണ്. അതിൻ്റെ V2 ഏതാണ്, അറസ്റ്റഡ് ആണ്. V2 ഏതാണ്, അറസ്റ്റഡ് ആണ്. V3 ഏതാണ്, അറസ്റ്റഡ് ആണ്. അറസ്റ്റഡ് ആൻഡ് അറസ്റ്റഡ് ആണ് അല്ലേ. സോ അറസ്റ്റഡ് ആൻഡ് അറസ്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന വെർബ് ഏതാണ്, V2 ആണ്. V3 ആണെന്നുള്ള സംശയം വേണ്ട. V3 പറയുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു ഹെൽപ്പിംഗ് വെർബ് നിർബന്ധമായിട്ടും ഉണ്ടാവും കേട്ടോ. സോ ഇവിടെ V3 അല്ല. സോ വെർബ് ഏതാണ്, V2 ആണ്. V2 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതാ യൂസ് ചെയ്യുക, വാസ് അല്ലെങ്കിൽ വേറാണ് അല്ലേ. വാസ് അല്ലെങ്കിൽ വേറാണ് യൂസ് ചെയ്യുക. ഇവിടുത്തെ ക്രിമിനൽ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, വാസ് യൂസ് ചെയ്യാം. ക്രിമിനൽ സിംഗുലർ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്യാം. ക്രിമിനൽസ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ഉപയോഗിക്കാമായിരുന്നു. നെക്സ്റ്റ് ഏതാണ്, വെർബ് അല്ലേ. വെർബ് ഏതാണ്, അറസ്റ്റഡ് ആണ്. അതിൻ്റെ V3 ഫോം ഏതാണ്, അതും അറസ്റ്റഡ് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അറസ്റ്റഡ്. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ്. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ്. ബൈ ദ പോലീസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുക ആരാണ്, പോലീസാണ്. സോ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് ആയതുകൊണ്ട് പ്രത്യേകം അവിടെ ബൈ ദ പോലീസിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ദ ക്രിമിനൽ വാസ് അറസ്റ്റ്. നമുക്ക് ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് അല്ലേ. ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാം ആരാണത് ചെയ്തത് അല്ലേ, ആരാണ്, പോലീസാണ്, നമുക്ക് അറിയാം. സോ അത് നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്രത്യേകം സെൻറ്റൻസിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ എന്തുണ്ടാവില്ല, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമ്മളവിടെ ബൈ പ്ലസ് ഏജൻറ്റ് ഓർ ഡൂവർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണെന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ദ പ്രിൻസിപ്പാൾ സസ്പെൻഡഡ് എ സ്റ്റുഡൻറ്റ് ഫ്രം ദി കോളേജ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്, സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ് അല്ലേ. സോ എന്താണ്, എ സ്റ്റുഡൻറ്റ് അല്ലേ. സ്റ്റുഡൻ്റ് ആണെന്ത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് അല്ലേ. എ സ്റ്റുഡൻറ്റ് ആണെന്ത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എ സ്റ്റുഡൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുത്ത് ചെയ്താം. എ സ്റ്റുഡൻറ്റ്, എ വിട്ട് പോയതാണ്, എ സ്റ്റുഡൻറ്റ് അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബ് ഏതാണ്, ഇതാണ് സബ്ജക്റ്റ്. പ്രിൻസിപ്പാൾ ആണ് സബ്ജക്റ്റ്, സസ്പെൻഡഡ് ആണ് വെർബ്, സ്റ്റുഡൻ്റ് ആണ് ഒബ്ജക്റ്റ്, ഫ്രം ദി കോളേജ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് അല്ലേ. സോ നമ്മൾ സബ്ജക്റ്റ് എഴുതി, സബ്ജക്റ്റ് ദ പ്രിൻസിപ്പാൾ, സസ്പെൻഡഡ് എ സ്റ്റുഡൻ്റ് ആണ്. നമ്മളിവിടെ ഒബ്ജക്റ്റ് എഴുതി അല്ലേ. ഒബ്ജക്റ്റ് ഏതാണ്, എ സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ്റിനെ എടുത്ത് എഴുതി. നെക്സ്റ്റ് ഏതാണ്, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ, ഹെൽപ്പിംഗ് വെർബ് ഇല്ല. നെക്സ്റ്റ് ഏതാ, വെർബ് നോക്കുക. വെർബ് ഏതാണ്, സസ്പെൻഡ്, സസ്പെൻഡഡ് ആൻഡ് സസ്പെൻഡഡ് ആണ്. വെർബ് ഏതാണ്, V2 ആണ് അല്ലേ. സസ്പെൻഡഡ് ഏതാണ്, V2 ആണ്. സോ V2 വന്ന് നമ്മൾ എന്ത് ചെയ്തു, വാസ് അല്ലെങ്കിൽ വേറാണ് ഇത് അല്ലേ. വാസ് അല്ലെങ്കിൽ വേറാണ് അല്ലേ. എ സ്റ്റുഡൻറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ വാസ് യൂസ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വാസ് യൂസ് ചെയ്തു. നെക്സ്റ്റ് വെർബ് സസ്പെൻഡഡ് എന്ന് പറയുന്നത് എന്താണ്, V2 ആണ്. അതിൻ്റെ V3 ഏതാണ്, സസ്പെൻഡഡ് തന്നെയാണ് അല്ലേ. സോ സസ്പെൻഡ് ചെയ്യാം, സസ്പെൻഡഡ് തന്നെയാണ്, സസ്പെൻഡഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഏതാണ്, ഫ്രം ദി കോളേജ്. ഫ്രം ദി കോളേജ്. ബൈ ദ പ്രിൻസിപ്പാൾ എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ആരാണ്, പ്രിൻസിപ്പാൾ തന്നെയാണ്. സോ എന്താണ് അവിടെ ബൈ ദ പ്രിൻസിപ്പാൾ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ബൈ ദ പോലീസ് പോലെ തന്നെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എ സ്റ്റുഡൻറ്റ് വാസ് സസ്പെൻഡഡ് ഫ്രം ദി കോളേജ്. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും ചെയ്തത്, പ്രിൻസിപ്പാളാണ് അല്ലേ. സോ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് എന്താണ്, അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ?
ഇങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഒബ്ജക്റ്റ് ഇല്ല, അത് നമുക്ക് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് നോക്കൂ, ദ പീപ്പിൾ ഓൾ ഓവർ ദി വേൾഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഒബ്ജക്റ്റ് ദ പീപ്പിൾ ആണ് എന്ത്, ഇവിടെ ദ പീപ്പിൾ ഓൾ ഓവർ ദി വേൾഡ് ഇതാണ് എന്ത്, ഇതാണ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് അല്ലേ. ഇതാണ് തന്നിട്ട് ദ പീപ്പിൾ ഓൾ ഓവർ ദി വേൾഡ് ഇതാണെന്ത്, ലോകത്തിലെ ജനങ്ങൾ, ഇതാണ് ഇവിടെ സബ്ജക്റ്റ്. വെർബ് ഏതാണ്, സ്പീക്ക് അല്ലേ. ഏതാണ് ഒബ്ജക്റ്റ്, ഇംഗ്ലീഷാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരാം, ഇംഗ്ലീഷ് ഒബ്ജക്റ്റ് ചെയ്ത്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വെർബ് ഏതാ, സ്പീക്കാണ്. സ്പീക്ക് ഏതാണ്, V1 ആണ് അല്ലേ. സ്പീക്ക്, സ്പീക്ക്, സ്പോക്ക് ആൻഡ് സ്പോക്കൺ. സ്പീക്ക് V1 ആണ്, സ്പോക്ക് V2 ആണ്, പിന്നെ സ്പോക്കൺ ആണ് V3. സ്പീക്ക്, സ്പോക്ക് ആൻഡ് സ്പോക്കൺ ആണ്. സോ സ്പീക്ക് ഏതാണ്, V1 ആണ്. ഓക്കെ, അപ്പോൾ സ്പീക്ക് V1 ആണ്. V1 ആയതുകൊണ്ട് തന്നെ അല്ലേ തന്നിരിക്കുന്ന V1 വന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലസ് VM പ്ലസ് ഒബ്ജക്റ്റ് ഏതാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നാൽ V1 VM പ്ലസ് എസ്ഒറിയസ് വന്നാൽ നമുക്കറിയാം ഈസ് ആമ് ആറാണ് ബി ഫോം അല്ലേ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും, ബി ഫോം ഈസ് ഉപയോഗിച്ചു. ക്ലിയർ ആണോ? നെക്സ്റ്റ് വെർബ് ഏതാണ്, V1 ആണ്. V1ൻ്റെ V3 ഫോം ഏതാണ്, സ്പോക്കൺ ആണ്, സ്പോക്കൺ. റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഏതാണ്, ഓൾ ഓവർ ദി വേൾഡ് അല്ലേ, ലോകത്തിലെ ജനങ്ങൾ അല്ലേ. ദെൻ തന്നിരിക്കുന്നതിൽ എന്താണ്, ബൈ ദ പീപ്പിൾ എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അവിടെ ബൈ ദ പീപ്പിൾ എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ബൈ ദി പീപ്പിൾ എന്ന് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം എന്താണ്, ലോകത്തിലെ ജനങ്ങൾ തന്നെയാണ് അല്ലെ, എല്ലാ ജനങ്ങളും ആണെന്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്കറിയാം. പിന്നെ ബൈ ദി പീപ്പിൾ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവിടെ ഏജന്റിനെ കാണിച്ചില്ല കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. എ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഹിയർ. എ ടീച്ചർ, മൂന്നാമത്തത് എ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഹിയർ. ഈ തന്നൊരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് എഴുതി. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ VM പ്ലസ് SORS ആണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ LP വെർബ് ഉണ്ടോ, ഇല്ല, എടുത്ത് എഴുതാനില്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ VM പ്ലസ് SORS ആണ്. VM പ്ലസ് SORS വന്നാൽ അവിടെ ബി ഫോം ഈസ് ആമ് ആറായിരിക്കും. ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് ഏതാണ്, ഈസ് ആണ് യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഈസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, VM പ്ലസ് SORS ആണ്. അതിൻ്റെ V3 ഫോം എന്താണ്, ടീച്ച് തോട്ട് തോട്ടാണ്. V3 ഫോം ഏതാണ്, ഇതിൻ്റെ VM പ്ലസ് SORS ആണ്, ഈസി ബി ഫോം യൂസ് ചെയ്തു. V3 ഏതാണ്, തോട്ടാണ്, ടീച്ച് തോട്ട് തോട്ട്. റിമൈനിങ് പാർട്ടിൽ ഹിയർ ബൈ എ ടീച്ചർ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പഠിപ്പിക്കാരാണ്, ടീച്ചറാണ്, അത് പ്രത്യേകം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. സോ അതുകൊണ്ട് നമുക്കവിടെ ബൈ പ്ലസ് ഏജൻറ്റോ ഡുവർ കാണിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് നോക്കും, സവൺ ക്ലീൻ ദ റൂം. അടുത്തെന്താണ്, നമുക്ക് അൺനോൺ ആണെങ്കിൽ, അറിയാത്ത കണ്ടീഷൻ ആണെങ്കിൽ, ആരാണെന്ന് അറിയില്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല, ഏജൻറ്റോ ഡുവറെ കാണിക്കില്ല. ആരാണ്, സവൺ ക്ലീൻ ദ റൂം, ആരോ ഒരാൾ എന്ത് ചെയ്തു, റൂം ക്ലീൻ ചെയ്തു എന്നാണ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്, ദ റൂമാണ്, ദ റൂം ചെയ്തു അല്ലേ. ക്ലീൻഡ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ, ഇല്ല, ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ക്ലീൻ, ക്ലീൻഡ് ആൻഡ് ക്ലീൻഡ് ആണ് അല്ലേ. ക്ലീൻ, ക്ലീൻഡ് ആൻഡ് ക്ലീൻഡ് ആണ്. V1, V2 ആൻഡ് V3 ആണ്. ദെൻ ഇവിടെ വന്നിരിക്കുന്നതിൽ ദ റൂം എഴുതി, ഹെൽപ്പിംഗ് വെർബ് എടുത്ത് ചെയ്താലല്ല. നെക്സ്റ്റ് നോക്കുക, തന്നിരിക്കുന്ന വെർബ് ഏതാണ്, ക്ലീൻഡ് എന്ന് പറയുന്നത് V2 ആണ്. V2 വന്നാൽ നമ്മൾ എന്ത് ചെയ്തു, ബി ഫോം വാസ് അല്ലെങ്കിൽ വേർ ചെയ്തു അല്ലേ, വാസ് അല്ലെങ്കിൽ വേർ ചെയ്തു. ദെൻ ഇവിടെ വന്നിരിക്കുന്നതിൽ ക്ലീൻഡ് എന്ന് പറയുന്നത് V2 ആണ്, വാസ് അല്ലെങ്കിൽ വേർ ബി ഫോം ചെയ്തു. ദെൻ ദ റൂം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്താം, വാസ് ചെയ്താം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്, അതിൻ്റെ V3 ഏതാണ്, ക്ലീൻഡ് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്, ബൈ സംവൺ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പോലെ എന്താണ്, അത് പോപ്പുലർ. നേരത്തെ നമ്മൾ പറഞ്ഞൊക്കെ എന്താണ്, പോപ്പുലർ ആണ്, അറിയുന്നതാണ്. നമുക്ക് എന്താണ്, സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് ആരാ ചെയ്തെന്ന് കിട്ടും. ഇവിടെ എന്താണ്, അൺനോൺ ആണ്, അറിയാത്ത കണ്ടീഷനാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ബൈ പ്ലസ് ഏജൻറ്റോ ഡുവർ കൊടുക്കൽ നിർബന്ധമില്ല. സോ എന്താണ്, സംവൺ, ആരോ ഒരാളാണ്, ആരാണെന്ന് അറിയില്ല. സോ ബൈ സംവൺ എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും എന്താണ്, ദ റൂം വാസ് ക്ലീൻഡ് എന്നാണ്, ആരോ ഒരാളെന്ന് നമ്മൾ കരുതിക്കോളൂ അല്ലേ. സോ എന്താണ് ഇവിടെ
അങ്ങനെ ഫസ്റ്റത്തെ കാറ്റഗറി എന്താണ് അറിയുന്നത്, പോലീസ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും പ്രിൻസിപ്പാൾ ആണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് സെൻറ്റൻസ് വായിച്ച് ആരാ ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാവും. അത്തരം കണ്ടീഷനിൽ ഏജിന് ഡോറ് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് എന്താണ് ഇവിടെ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ആരാ ചെയ്ത് നമുക്ക് ഓർമ്മയില്ല അല്ലേ. സോ എന്താണ് അവിടെ ക്വസ്റ്റ്യനിൽ ആരാണ് ചെയ്തത്, സെൻറ്റൻസിൽ ആരാണ് ചെയ്തതെന്ന് അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ പ്രത്യേകം നമ്മൾ അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ഇവിടെ ആകാശ് ക്ലീൻ ദ റൂം ആയിരുന്നെങ്കിൽ ദ റൂം വാസ് ക്ലീൻഡ് ബൈ ആകാശ് നമുക്ക് കൊടുക്കാമായിരുന്നു. ഇവിടെ സംവൺ ആരോ ഒരാളാണ്, ആരാന്നറിയില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ബൈ സംവൺ കൊടുക്കൽ നിർബന്ധമില്ല. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസ് ചെയ്താൽ. സോ സംവൺ ക്ലീൻഡ് ദ റൂം വാസ് ക്ലീൻഡ്. ക്ലിയർ ആണോ? ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് അറിയുന്ന പോപ്പുലർ ആയിരുന്നു. ഇവിടെ എന്താണ് അൺനോൺ കണ്ടീഷനാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, സംബഡി സ്റ്റോർ മൈ വാലറ്റ് യെസ്റ്റർഡേ. ആരോ ഒരാൾ ഇന്നലെ എന്ത് ചെയ്തു, എൻ്റെ പോക്കറ്റ് മോഷ്ടിച്ചു അല്ലേ, അല്ലെങ്കിൽ സോറി എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു, എൻ്റെ പോക്കറ്റ് അടിച്ചു എന്നർത്ഥം. സോ സംബഡി സ്റ്റോൾ മൈ വാലറ്റ് യെസ്റ്റർഡേ. നോക്കുക അവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വാലറ്റ് ആണ് അല്ലേ, മൈ വാലറ്റ് ആണ്, മൈ വാലറ്റ്. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല, ഹെൽപ്പിംഗ് വെർബ് ഇവിടെ കൊടുത്തിട്ടില്ല. സോ നെക്സ്റ്റ് എന്താ വെർബ് ഏതാണ്? സ്റ്റീൽ, സ്റ്റോള് ആൻഡ് സ്റ്റോളൻ ആണ്. സ്റ്റീൽ, സ്റ്റോള് ആൻഡ് സ്റ്റോളൻ ആണ്. സ്റ്റോൾ ഏതാണ്? V2 ആണ്. V2 വന്നാൽ വാസ് ഓർ വേർ. മൈ വാലറ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്തു. ദെൻ സ്റ്റോളിൻ്റെ V3 ഫോം ഏതാണ്? സ്റ്റീൽ, സ്റ്റോൾ ആൻഡ് സ്റ്റോളൻ. സ്റ്റോളൻ ആണ് V3 ഫോം. സോ V3. പിന്നെ സംബടി ആരോ ഒരാളാണ്, ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, അതുകൊണ്ട് തന്നെ ബൈ സംബടി എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ അടുത്ത നോക്കാം, സംബഡി ഹാസ് ലോക്ക്ഡ് ദ ഡോർ. സംബഡി ഹാസ് ലോക്ക്ഡ് ദ ഡോർ. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ദ ഡോർ ആണ്. ദ ഡോർ നമ്മൾ എഴുതി അല്ലേ. ഹെൽപ്പിംഗ് വെർബ് ഏതാ? ഹാസ് ഉണ്ട്. ദ സംബഡി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്തു. ദ ഡോർ സിംഗുലർ ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹാസ് അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് ചെയ്താൽ കേട്ടോ. ദ ഡോർസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യുമായിരുന്നു. ലോക്ക്ഡ് എന്ന് പറയും അല്ലേ. നെക്സ്റ്റ് ഇതാണ് ബി ഫോം ആണ് അല്ലേ. ബി ഫോം ഏതാണ്? ലോക്ക്ഡ് എന്ന് പറയുന്നത് എന്താണ്? V3 ആണ്. ലോക്ക്ഡ് ആൻഡ് ലോക്ക്ഡ് ആണ്. ഹാസിന് ശേഷം വെർബിലെ V3 മാത്രമേ വരൂ. സോ അവിടെ ലോക്ക്ഡ് എന്താണ്? V3 ആണ്. V3 എന്നാൽ നമ്മൾ ഏത് ബി ഫോം യൂസ് ചെയ്യുക? ബീൻ അല്ലേ. ബീൻ ആണ് യൂസ് ചെയ്യുക ബി ഫോം എന്ന് പറയുന്നത്. പിന്നെ വെർബ് ഓൾറെഡി ലോക്ക്ഡ് ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പാസീവ് വോയിസിൽ വരുന്ന സമയത്തും ആ V3 അങ്ങനെ തന്നെ കൊണ്ടുവരാം, ലോക്ക്ഡ്. സംബഡി ഹാസ് ലോക്ക്ഡ് ദ ഡോർ എന്തായാലും മാറും? ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ്. ബൈ സംബഡി എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ആരോ ഒരാൾ അല്ലേ. ആരോ ആണ്, ആരാണ്? കുറച്ച് പേർ അല്ലേ. സംബഡി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ. ആരാണ് ആ സംബഡി എന്ന് നമുക്ക് അറിയില്ല അല്ലേ. സോ സംബഡി എന്ന് പറയുന്നത് ആരാണ് നമുക്ക് അറിയില്ല, ആ കുറച്ച് പേര് ആരാണ് നമുക്ക് അറിയില്ല. സോ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാത്തത് കൊണ്ട്. അൺനോൺ കണ്ടീഷൻ, ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ് ബൈ സംബഡി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അൺനോൺ കണ്ടീഷനും അതേപോലെ തന്നെ പോപ്പുലർ കണ്ടീഷനും അല്ലേ, ആരാന്ന് അറിയുന്ന കണ്ടീഷനിലും നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ ബൈ ഏജൻ്റ് ഡോർ കൊടുക്കില്ല. ആരാന്ന് അറിയാത്ത കണ്ടീഷനിലും അവിടെ ബൈ പ്ലസ് ഏജൻ്റ് ഡോർ കൊടുക്കൽ ആവശ്യമില്ല, നിർബന്ധമുള്ള കാര്യമല്ല. ഇങ്ങനെ എക്സാമിന് ചോദ്യങ്ങൾ വരും. ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻസിൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാവാൻ സാധിക്കും. എങ്ങനെ? തന്നിരിക്കുന്ന ആൻസറിൽ നമ്മൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ചെയ്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ എന്താണ് യുണീക്ക് ആയിട്ടുള്ള ക്രിയ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലോ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആരാണ് ചെയ്തതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. അത് നമുക്ക് പ്രത്യേകം സെൻറ്റൻസിൽ ആൻസറിൽ കൊടുത്തിട്ടും കാര്യമുണ്ടാവില്ല. അത്തരം കണ്ടീഷനിലാണ് അവിടെ ഫേമസ് ആയിട്ടുള്ള കണ്ടീഷനും അതേപോലെ അൺനോൺ കണ്ടീഷനിൽ കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? തന്നിരിക്കുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പഠിക്കാനുള്ളത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്തായാലും ഒരു മാർക്കിന് എക്സാമിന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തായാലും ഒരു മാർക്കിന് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചോദിച്ചിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. കണ്ട കാര്യങ്ങൾ ഏതെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തായാലും എന്ത് ചെയ്യുക, ഓരോ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ നിന്ന് ഒരു മാർക്കിന് എന്ത് ചെയ്യുക, ഒരു ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ.